നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വീട്, പിന്നെ ഒരു കല്യാണം. കയ്യിലൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ആർഭാടകരമായ ജീവിതം നയിക്കുക. ഇതെല്ലാം കഴിഞ്ഞാൽ സെറ്റിൽഡായി എന്നാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ സമൂഹത്തിൽ ചില ജോലികൾക്കും ചില കോഴ്സുകൾക്കും വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കോഴ്സുകൾ വരെ തിരഞ്ഞെടുക്കാറ്. നമ്മുടെ ഇന്ത്യയിൽ 31% ആളുകൾ മിഡിൽ ക്ലാസ് ആളുകളാണ്. Total population of the country is set to grow from about 31% in the year 2021. And that number is likely to go up 63% of the population by the year 2047. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു സാധാരണക്കാരന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവന്റെ കയ്യിൽ പണമില്ല, സേവ് ചെയ്യാൻ പണമില്ല, സ്പെൻഡ് ചെയ്യാൻ പണമില്ല. അവൻ കടങ്ങളെയും ബാങ്ക് ലോണുകളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രധാന കാരണം നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെയാണ്. എങ്ങനെ മണി മാനേജ് ചെയ്യണമെന്ന് നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല. Why don't we teach the subject of money at school? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒന്നാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ ഗുരുകുല ആശ്രമങ്ങളിൽ പോയി പഠിക്കുകയും തനിക്ക് ആവശ്യമുള്ളതെല്ലാം അധ്യാപകൻ തന്നെ പഠിപ്പിക്കുന്നത് വരെ അധ്യാപകനോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ ഫലമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി വളരെ മോശമായി വരികയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഗ്രേഡുകൾക്ക് വേണ്ടി മാത്രമാണ്. അറിവ് നേടുക എന്നതിൽ നിന്നും ഗ്രേഡ് നേടുക എന്നതിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു. നല്ല അറിവുള്ള വ്യക്തികളെ നാളേക്ക് വേണ്ടി വാർത്തെടുക്കുകയല്ല നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ തെളിവായിട്ടാണ് സ്കൂളുകൾ വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യാതെ വിജയ ശതമാനത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. A+ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ ഇനി പൈസ കൊടുത്ത് പഠിക്കണോ വേണ്ടത്? ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർന്ന വില കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുന്നതാണെങ്കിൽ ഉയർന്ന ഫീസുകളാണ്. 2020 കണക്കുകൾ പ്രകാരം നമ്മുടെ കേരളത്തിൽ മാത്രം 1328 കോളേജും 2021-22 കണക്കുകൾ പ്രകാരം മൊത്തം വിദ്യാർത്ഥികൾ എൻറോൾമെന്റ് ചെയ്തത് 10 ലക്ഷമായിരുന്നു. ഇങ്ങനെ എത്ര പേരാണ് ഒരു വർഷം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിറങ്ങുന്നത്? ഇവർക്ക് എല്ലാവർക്കുമുള്ള ജോലി ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? The country's unemployment rate in India is rising. About 65% of the youth in India are jobless. Our aim is to create jobs for more than 1 billion young hands. തൊഴിലില്ലായ്മ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അത് കേരളമാണ് എന്ന് ഈ രാജ്യം സാക്ഷ്യപ്പെടുത്തും. CMI കണക്കുകൾ പ്രകാരം 2024 മാർച്ചിൽ 7.1 നിന്നും 2024 ഏപ്രിൽ 8.1 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുതിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യ വേൾഡ് എക്കണോമിയിൽ തന്നെ 5ാമത്തെ സ്ഥാനമായി മാറിയിരിക്കും. 2027-28 ആകുമ്പോഴേക്കും ഇത് 5 ട്രില്യൺ എക്കണോമി ആയി മാറും എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ എക്കണോമി ആയിട്ടും എന്തുകൊണ്ട് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു? മറ്റ് രാജ്യങ്ങളിലെ ജോലികൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഇത്തരം ജോലികൾ ചെയ്യാനുള്ള പരിശീലനവും സ്പെഷ്യലൈസേഷനും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ടുള്ള ജോബ് ഇവിടെ വളരെ കുറവാണ്. അഥവാ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ജോബ് ലഭിച്ചാൽ തന്നെ അവരുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. കാരണം ഇവിടെ ജോലിയുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ തന്നെയാണ്. രണ്ടുപേരുടെ കയ്യിലും പണമില്ല. ഇവിടെ കൂടുതൽ ജോലിയും കുറഞ്ഞ സാലറിയുമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ജോബിന് വേണ്ടി ഒരു ഹയറിംഗ് നടക്കുകയാണെന്ന് വിചാരിക്കും. ഒരു എംപ്ലോയർ ഹയറിംഗ് പോസ്റ്റ് ഇടുമ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി 100 പേരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഒരു വേക്കൻസിക്ക് വേണ്ടി 100 പേർ അപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയുമാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എംപ്ലോയർ കുറഞ്ഞ സാലറി ഓഫർ ചെയ്യുന്നു. കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ കുറഞ്ഞ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എംപ്ലോയിയുടെ ബാർഗെയിനിങ് പവറാണ് കുറയുന്നത്. ഇങ്ങനെ കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാസാവസാനം ആകുമ്പോഴേക്കും 80% ആളുകളുടെയും കയ്യിൽ പണമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 34% ആളുകൾ പറയുന്നത് മാസം പകുതി ആകുമ്പോഴേക്കും തന്നെ പണമില്ലാതെയാകുന്നു എന്നാണ്. വെറും 13% ആളുകൾക്ക് മാത്രമാണ് ഒരു ചെറിയ എമൗണ്ട് തൻ്റെ സാലറിയിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ട് തന്നെ കടങ്ങൾ വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടുമാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു മെഡിക്കൽ എമർജൻസിക്കോ ഒരു വീട് വെക്കാനോ ഒരു കാർ വാങ്ങാനോ ഇവൻ എന്തിന് ഒരു കല്യാണം കഴിക്കാൻ വരെ നമ്മൾ ലോൺ എടുക്കും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറഞ്ഞ സാലറിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാട ജീവിതം ജീവിക്കുന്നവരാണ് പലരും. എന്തിനാണ് കുറഞ്ഞ സാലറി മേടിക്കുന്ന ഒരു വ്യക്തി ലോൺ എടുത്ത് ഒരു വലിയ ആർഭാട കല്യാണം നടത്തുന്നത്? ഇത് ചില ആളുകൾ പേഴ്സണലാണ് കല്യാണം എങ്ങനെ നടത്തുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകയല്ലേ ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ്, സേവിങ്, റെഡ്യൂസ് എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 50,000 രൂപ മേടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരു 30,000 രൂപ നിങ്ങളുടെ റെൻറ്റ്, ഗ്രോസറി എന്നുള്ളതിനൊക്കെ മാറ്റി വയ്ക്കുക. ഒരു 5,000 രൂപ മന്ത്ലി നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 2,000 വെച്ച് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടാകും. ഈ അവസാനത്തെ പോയിന്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രീംസും അതിലടങ്ങിയുള്ള റിയാലിറ്റിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകണം, ഇന്ന കാര്യം ചെയ്താൽ ഞാൻ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് മാന് ഇതൊന്നും ചെയ്യാൻ കഴിയാറില്ല. കാരണം
അവന് നേരിടാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അവന് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും, ഹാർട്ട് ബ്രേക്സ് ഉണ്ടാവും, ഈഗോസിനെ തകർക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇവയെല്ലാം ഡീൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ലൈഫിലെ ഡിഫിക്കൽട്ടീസ് മൂലം നമ്മൾ എവിടെയായിരുന്നു അവിടെ തന്നെ നമ്മളെ കൊണ്ടെത്തി. പക്ഷേ ഇതെല്ലാം ഓവർകം ചെയ്ത് വന്നവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. പക്ഷേ കുറുക്കുവഴികൾ തേടി പോകുന്നവർക്ക് സാഡ്ലി ദിസ് ഈസ് നോട്ട് ദി എൻഡ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്.